നിങ്ങൾ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തും കുടുംബം പോറ്റിയും മറ്റുള്ളവരെ പരിപാലിച്ചും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തും നിങ്ങളുടെ ജീവിതം ചെലവഴിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ നിങ്ങൾ അടുത്ത അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ അതിനെ വിരമിക്കൽ, പുനർനിർമ്മാണമോ അല്ലെങ്കിൽ നിങ്ങളുടെ സമയമോ എന്ന് വിളിച്ചാലും ശക്തമായ എന്തെങ്കിലും സംഭവിക്കാൻ തുടങ്ങുന്നു. ജീവിതം ഇനി കൂടുതൽ ഫോളോ ചെയ്യില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. അത് മികച്ചത് തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണ്. എന്നാൽ മിക്ക ആളുകളും സംസാരിക്കാത്ത ഒരു സത്യമുണ്ട്. ചിലപ്പോൾ നന്നായി ജീവിക്കുക എന്നാൽ ഉപേക്ഷിക്കുക എന്നാണ്. നിങ്ങളുടെ പ്ലേറ്റിൽ കൂടുതൽ ചേർക്കരുത്, മറിച്ച് അതിൽ നിന്ന് കാര്യങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് ഇനി ഉപകാരപ്പെടാത്ത ശീലങ്ങൾ, വിശ്വാസങ്ങൾ, സമ്മർദ്ദങ്ങൾ ഒക്കെ അതിലുണ്ട്. ഈ വീഡിയോയിൽ 60 വയസ്സിന് ശേഷം നിങ്ങൾ ഉപേക്ഷിക്കാൻ പരിഗണിക്കേണ്ട 9 കാര്യങ്ങൾ ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തതുകൊണ്ടല്ല, മറിച്ച് കൂടുതൽ സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യവും അനുഭവിക്കാൻ നിങ്ങൾ അർഹതയുള്ളതിനാലാണ്. 1. ഭയം നിമിത്തം പണം സേവ് ചെയ്യുന്നത് നിർത്തുക. 60 വയസ്സിന് ശേഷം ആദ്യം ഉപേക്ഷിക്കേണ്ട കാര്യം ഇതാണ്: ഭയം നിമിത്തം സമ്പാദ്യം നിർത്തുക. ഇപ്പോൾ അതാദ്യം വിചിത്രമായി തോന്നാമെന്ന് എനിക്കറിയാം. എല്ലാറ്റിനുമുപരി പണം ലാഭിക്കുന്നത് നമ്മളിൽ പലരും വളർത്തിയ ഒരു ശീലമാണ്. ഒരു മഴക്കാലത്തേക്ക് മാറ്റിവെക്കുക, വിരമിക്കലിനായി കരുതി വയ്ക്കുക, എന്തെങ്കിലും സംഭവിച്ചാൽ സംരക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ആ മാനസികാവസ്ഥ നിങ്ങൾക്ക് നന്നായി പ്രയോജനപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ, പ്രത്യേകിച്ച് 60 വയസ്സിന് ശേഷം, ഭയം നിമിത്തം സേവ് ചെയ്യുന്നത് നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ തുടങ്ങും. ഞാനതൊന്ന് വിശദീകരിക്കാം. പണം ലാഭിക്കുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ ഭാവി സ്വത്വത്തെ പരിപാലിക്കുക എന്നതാണ്. ഇതൊരു ഉപകരണമാണ്, നിങ്ങൾ പിന്നീട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിനായി തയ്യാറെടുക്കുന്നതിനുള്ള ഒരു മാർഗം. എന്നാൽ പിന്നീട് എന്ന അവസ്ഥ, ഇതിനകം ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ആവശ്യത്തിന് സമ്പാദ്യം നേടിയിരിക്കുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടും ഒരു പൈസ ചെലവഴിക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴും ഭയം തോന്നുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? പണം ലാഭിക്കുന്നത് പ്രധാനമാണ്, പക്ഷേ ചില ഘട്ടങ്ങളിൽ നിങ്ങൾ കെട്ടിപ്പടുത്ത ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ട്. അത് ആസ്വദിക്കാൻ നിങ്ങൾ സ്വയം അനുമതി നൽകണം. യാത്ര ചെയ്യാൻ, സമ്മാനം വാങ്ങാൻ, ഓർമ്മ സൃഷ്ടിക്കാൻ. അശ്രദ്ധമായി അല്ല, ചിന്തിക്കാതെയുമല്ല, പക്ഷേ കുറ്റബോധമില്ലാതെ ചെയ്യണം. നിങ്ങൾ നന്നായി ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ലാഭിച്ച പണം അടിയന്തര സാഹചര്യങ്ങൾക്ക് മാത്രമല്ല, അത് ജീവിക്കാനുള്ളതാണ്, അത് ബന്ധത്തിനുള്ളതാണ്, അത് സന്തോഷത്തിനുള്ളതാണ്. 2. സന്തോഷം നൽകാത്ത കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നത് നിർത്തുക. 60 വയസ്സിന് ശേഷം ഉപേക്ഷിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഇതാണ്: സന്തോഷം നൽകാത്ത കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നത് നിർത്തുക. ഇപ്പോൾ നിങ്ങൾ സ്വയം ചെലവഴിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. ശരിയായ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. പലപ്പോഴും നമ്മൾ പാറ്റേണുകളിൽ വീഴുന്നു. ശീലം കൊണ്ടാണ്, കുറ്റബോധം കൊണ്ടാണ്, കടമ കൊണ്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത്. നമ്മൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പേരിടാൻ സമയമെടുക്കാത്ത ചില ശൂന്യമായ ഇടങ്ങളൊക്കെ നികത്തുന്നു. എന്നാൽ നിങ്ങൾ നിർത്തി ശരിക്കും നോക്കിയാൽ നിങ്ങളുടെ ചെലവിൻ്റെ എത്ര ശതമാനമാണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത്? ഒരിക്കൽ ഞാൻ 70കളുടെ തുടക്കത്തിലുള്ള ഒരു സ്ത്രീയോട് സംസാരിച്ചു. താൻ ഒരിക്കലും ധരിക്കാത്ത വസ്ത്രങ്ങൾ, നൽകാൻ സമ്മർദ്ദം തോന്നിയ സമ്മാനങ്ങൾ, വിൽപ്പനയ്ക്ക് വെച്ചതിനാൽ വാങ്ങിയ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്കായി എല്ലാ വർഷവും ആയിരക്കണക്കിന് രൂപ ചെലവഴിക്കാറുണ്ടെന്ന് അവർ എന്നോട് പറഞ്ഞു. എന്നാൽ അവർ ഏറ്റവും കൂടുതൽ ഓർമ്മിച്ചത് അവരുടെ സഹോദരിയുടെ ജന്മദിനത്തിൽ അത്ഭുതപ്പെടുത്താൻ ഒരു 50,000 രൂപയുടെ വിമാന ടിക്കറ്റ് എടുത്തതായിരുന്നു. അവർ ചിരിച്ചു, കരഞ്ഞു, ഓർമ്മകൾ പങ്കുവെച്ചും കൊണ്ട് വൈകിയും ഉണർന്നിരുന്നു. ആ വീക്കെൻഡ് അവൾക്ക് ആ ഷോപ്പിംഗ് യാത്രകളെക്കാളും കൂടുതൽ അർത്ഥവത്തായിരുന്നു എന്ന് പറഞ്ഞു. ചെലവഴിക്കുന്നതും നന്നായി ചെലവഴിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. 60 വയസ്സിന് ശേഷം നിങ്ങളുടെ പണം നിങ്ങൾ ഏറ്റവും വിലമതിക്കുന്ന കാര്യങ്ങളുമായി വിന്യസിക്കണം. ഒരുപക്ഷെ അതൊരു യാത്രയായിരിക്കാം. ഒരുപക്ഷെ അത് നിങ്ങളുടെ പേരക്കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സഹായിക്കുന്നുണ്ടാകാം. സുഹൃത്തുക്കളുമൊത്തുള്ള ആഴ്ചതോറുമുള്ള അത്താഴമോ, നിങ്ങളുടെ പുറം സുഖകരമാക്കാൻ സഹായിക്കുന്ന പുതിയ ചാരിയിരിക്കുന്ന ഒരു കസേര വാങ്ങുന്നതോ ആകാം. എന്തു തന്നെയായാലും അതിനായി ചെലവഴിക്കൂ. ഭാരമുള്ളതോ അർത്ഥശൂന്യമോ തിരക്കുള്ളതോ ആയ കാര്യങ്ങൾ ഉപേക്ഷിക്കുക. കുറ്റബോധം, ഭയം അല്ലെങ്കിൽ മതിപ്പുളവാക്കാനുള്ള സമ്മർദ്ദം എന്നിവയിൽ നിന്ന് വരുന്ന ചെലവുകൾ ഉപേക്ഷിക്കുക. 3. പണത്തിനു വേണ്ടി സമയം ചെലവഴിക്കുന്നത് നിർത്തുക. 60 വയസ്സിന് ശേഷം ഉപേക്ഷിക്കേണ്ട മൂന്നാമത്തെ കാര്യം ഇതാണ്: നിങ്ങളുടെ സമയം പണത്തിനു വേണ്ടി വ്യാപാരം ചെയ്യുന്നത് നിർത്തുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും സമയവും പണവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളൊരു ശമ്പളത്തിനായി ജോലി ചെയ്തു, ബുദ്ധിമുട്ടുള്ളപ്പോഴും നന്ദി കെട്ടപ്പോഴും പോലും ഹാജരായി മണിക്കൂറുകൾ ചെലവഴിച്ച് ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിതം സമ്പാദിച്ചു. അതാവശ്യമായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിതം എങ്ങനെ കെട്ടിപ്പടുത്തു എന്നതായിരുന്നു അത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ മറ്റൊരു അധ്യായത്തിലാണ്. ഈ അധ്യായത്തിൽ സമയം നിങ്ങളുടെ ഏറ്റവും വിലയേറിയ പണമാണ്. സത്യസന്ധമായി സ്വയം ചോദിക്കൂ: നിങ്ങളിപ്പോഴും ജോലി ചെയ്യുന്നത് നിങ്ങളത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ, അതോ നിർത്താൻ ഭയപ്പെടുന്നത് കൊണ്ടാണോ? നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ഉദ്ദേശം നൽകുന്നുണ്ടോ, അതോ അത് നിങ്ങളെ തിരക്കിലാക്കുന്നത് കൊണ്ടാണോ? നിങ്ങൾക്ക് 60 വയസ്സ് തികയുന്നത് കൊണ്ട് മാത്രം വിരമിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്കിപ്പോഴും സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ഊർജം, ഘടന, ബന്ധം എന്നിവ നൽകുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് തുടരുക.
പക്ഷേ ശീലം കൊണ്ടോ ഭയം കൊണ്ടോ അല്ല, സ്വന്തം ഇഷ്ടപ്രകാരം അത് ചെയ്യുക. എനിക്കറിയാവുന്ന ഒരാൾ 30 വർഷത്തിലേറെയായി ഒരു പ്രൈവറ്റ് സ്കൂളിൽ അവർ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന് 62 വയസ്സ് തികഞ്ഞപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടിരുന്നു, നിങ്ങൾ എപ്പോഴാണ് വിരമിക്കാൻ പോകുന്നത്? അദ്ദേഹത്തിൻ്റെ ഉത്തരം ലളിതമായിരുന്നു, ഞാനതിനെ സ്നേഹിക്കുന്നത് നിർത്തുമ്പോൾ. അങ്ങനെ അദ്ദേഹം 67 വയസ്സുവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഒരു ദിവസം രാവിലെ അദ്ദേഹം ഉണർന്ന് അത് അനുഭവിച്ചു. സമയമായി, നിർത്തുവാൻ സമയമായി. പശ്ചാത്താപമില്ലാതെ ഹൃദയത്തിൽ സമാധാനത്തോടെ അദ്ദേഹം നടന്നു. അതാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞാൻ മറുവശവും കാണുന്നു. ജോലിയിൽ തുടരുന്ന ആളുകൾക്ക് ആ റോൾ ഇല്ലാതെ അവർ ആരാണെന്ന് അറിയാത്തതിനാൽ അവർ ആസ്വദിക്കുന്നില്ല. ഒരിക്കലും വെറുതെ ഇരിക്കുവാൻ അനുവാദം നൽകാത്തതിനാൽ വേഗത കുറയ്ക്കാൻ ഭയപ്പെടുന്ന ആളുകൾ. സത്യം ഇതാണ്, നിങ്ങൾക്ക് എല്ലായ്പ്പോഴും കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയും, പക്ഷെ നിങ്ങൾക്കൊരിക്കലും കൂടുതൽ സമയം സമ്പാദിക്കാൻ കഴിയില്ല. 4. അനുഭവങ്ങൾ മാറ്റിവെക്കുന്നത് നിർത്തുക. 60 വയസ്സിനു ശേഷം ഉപേക്ഷിക്കേണ്ട 4-മത്തെ കാര്യം, നിങ്ങൾ എപ്പോഴും ആഗ്രഹിച്ച ചില എക്സ്പീരിയൻസസ് മാറ്റിവെക്കുന്നത് നിർത്തുക. നിങ്ങൾ എത്ര തവണ പറഞ്ഞിട്ടുണ്ടാകും, ഞാൻ ആ യാത്ര ഒരു ദിവസം നടത്തും, അടുത്ത വർഷം ഞാൻ ആ സ്കില്ല് ഉറപ്പായിട്ടും പഠിക്കും, കാര്യങ്ങൾ ശരിയാകുമ്പോൾ ഞാൻ ആ സാഹസികത ആരംഭിക്കും. എന്നാൽ ഇതാണ് കഠിനമായ സത്യം. എന്നെങ്കിലും ഒരു ദിവസം എന്നത് അങ്ങനെ കലണ്ടറിൽ ഒരു ദിവസമില്ല. പലർക്കും ആ ഒരു ദിവസം ഒരിക്കലും വരില്ല. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ഒരു യാത്ര, ഒരു ഹോബി, ഒരു പഴയ സുഹൃത്തിനൊപ്പമുള്ള ഒരു സന്ദർശനം, നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു കത്ത്. എന്തുകൊണ്ട് ഇപ്പോൾ പാടില്ല? ജീവിതം ആരംഭിക്കാൻ വിരമിക്കൽ വരെ കാത്തിരിക്കേണ്ടതില്ല. എല്ലാം പൂർണ്ണമാകാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. അത് ശരിയാണെന്ന് മറ്റാരെങ്കിലും പറയേണ്ടതില്ല. കാരണം വളരെ വൈകുന്നതുവരെ മിക്ക ആളുകൾക്കും മനസ്സിലാകാത്ത ഒരു കാര്യം ഇതാണ്: ജോലി ഒരു ഒഴികഴിവായിരിക്കാം, പതിവ് ഒരു ഒഴികഴിവായിരിക്കാം, ആസൂത്രണം പോലും ഒരു ഒഴികഴിവായിരിക്കാം. കാത്തിരിപ്പിന് പിന്നിൽ പലപ്പോഴും ഭയമുണ്ട്. മാറ്റത്തെക്കുറിച്ചുള്ള ഭയമാണത്. പുതിയ എന്തെങ്കിലും ചെയ്യുമെന്ന ഭയമാണ്. ഒടുവിൽ സ്വയം മുൻഗണന നൽകും എന്ന ഭയമാണ്. എന്നാൽ ഈ വർഷം നിങ്ങൾ കാത്തിരിപ്പ് ഉപേക്ഷിച്ചാലോ? നിങ്ങൾ ഇപ്പോൾ തന്നെ ജീവിതം ആരംഭിക്കാൻ അനുമതി നൽകിയാലോ? 5 വർഷത്തിനുള്ളിലല്ല, സമയം ശരിയാകുമ്പോഴല്ല, പക്ഷേ ഇപ്പോൾ. നിങ്ങൾക്ക് അധികം പ്രായമായിട്ടില്ല, ഇനിയും വൈകിട്ടില്ല. മാന്ത്രികത പോലെ തോന്നുന്ന ഓർമ്മകൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് ഇനിയും അനുവാദമുണ്ട്. നിങ്ങളുടെ പ്രായം എത്രയായാലും ലോകം ഇപ്പോഴും അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. നിങ്ങൾ അതെ എന്ന് പറഞ്ഞാൽ മതി. 5. നിങ്ങളുടെ ആരോഗ്യത്തെ അവഗണിക്കുന്നത് നിർത്തുക. 60 വയസ്സിന് ശേഷം ഉപേക്ഷിക്കേണ്ട 5-മത്തെ കാര്യം നിങ്ങളുടെ ആരോഗ്യത്തെ അവഗണിക്കുന്നത് നിർത്തുക എന്നാണ്. ഇപ്പോൾ ഇത് സ്നേഹത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, കാരണം ഇതൊരു സെൻസിറ്റീവ് വിഷയമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ സംസാരിക്കേണ്ട ഒന്നാണ്. ധാരാളം ആളുകൾ വിരമിക്കലിനെ കുറിച്ച് ചിന്തിക്കുന്നത് അവർക്ക് എത്ര വർഷം ബാക്കിയുണ്ടാകാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. 15 വർഷം, 25 വർഷം, ഒരുപക്ഷെ അതിലും കൂടുതൽ. എന്നാൽ മികച്ച ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് എത്ര ആരോഗ്യകരമായ വർഷങ്ങൾ ബാക്കിയുണ്ട് എന്നതാണ്. കാരണം നിങ്ങളുടെ ആരോഗ്യം, യഥാർത്ഥവും നിലനിൽക്കുന്നതുമായ ആരോഗ്യമില്ലാതെ നിങ്ങൾക്ക് ബാങ്കിൽ എത്ര പണമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ എത്ര യാത്രകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നോ, നിങ്ങളുടെ വിരമിക്കൽ വീട് എത്ര മനോഹരമാണെന്നോ പ്രശ്നമല്ല. നിങ്ങൾക്കത് ആസ്വദിക്കാനുള്ള ഊർജ്ജമോ കഴിവോ ഇല്ലെങ്കിൽ അതെല്ലാം വഴുതി വീഴാൻ തുടങ്ങും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് 20 കോടി രൂപ ഉണ്ടായിട്ടും എല്ലാ ദിവസവും അസുഖവും ക്ഷീണവും വേദനയും അനുഭവപ്പെടുന്നതാണോ? അതോ വെറും 10 ലക്ഷം ഉണ്ടെങ്കിൽ ഉന്മേഷദായകവും ശക്തവും ജീവിതത്തിൽ നിറഞ്ഞതുമായി തോന്നുന്നതാണോ നല്ലത്? മിക്ക ആളുകളും അവർ നിർത്തി അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 2-മത്തേത് തന്നെ തിരഞ്ഞെടുക്കും. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, നമ്മളിൽ പലരും ആദ്യത്തേതിനെ പിന്തുടരുന്നത് പോലെയാണ് ജീവിക്കുന്നത്. ഇതാണ് ഒരു സന്തോഷ വാർത്ത. സുഖം പ്രാപിക്കാൻ നിങ്ങളുടെ ജീവിതം മുഴുവൻ പുനർനിർമ്മിക്കേണ്ടതില്ല. നിങ്ങളൊരു മാരത്തൺ ഓട്ടക്കാരനാകുകയോ ഒറ്റ രാത്രി കൊണ്ട് കർശനമായ ഭക്ഷണക്രമത്തിലേക്ക് മാറുകയോ ചെയ്യേണ്ടതില്ല. ചെറുതായി തുടങ്ങുക. 6. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് വിഷമിക്കുന്നത് നിർത്തുക. ഇപ്പോൾ നമുക്ക് സത്യസന്ധമായി പറയാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും മറ്റുള്ളവരുടെ പ്രതീക്ഷകളാൽ രൂപപ്പെട്ടവരാണ്. നമ്മൾ നല്ല പേരൻറ്, വിശ്വസ്തനായ ജീവനക്കാരൻ, വിശ്വസ്ത സുഹൃത്ത് എന്നിവരാകാൻ ശ്രമിക്കുന്നു. നമ്മൾ നിയമങ്ങൾ പാലിക്കുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചെയ്യുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ഞാനിപ്പോൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം ചോദിക്കണം. എനിക്ക് ഒരിക്കൽ ഒരു ക്ലയൻ്റ് ഉണ്ടായിരുന്നു. 60കളുടെ മധ്യത്തിൽ കലയെ സ്നേഹിച്ചിരുന്ന ഒരു സ്ത്രീ. ജീവിതകാലം മുഴുവൻ ഒരു പെയിൻറ്റിംഗ് ക്ലാസ് എടുക്കണമെന്ന് അവൾ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ അവൾ മടിച്ചിരുന്നു. അവർ പറഞ്ഞു, ഞാൻ അതിന് യോഗ്യ അല്ലെങ്കിൽ എന്തു ചെയ്യും? എൻ്റെ പ്രായത്തിൽ ആളുകൾ അത് മണ്ടത്തരമാണെന്ന് കരുതിയാലോ? പക്ഷേ അവൾ ക്ലാസ് എടുത്തു. അതെല്ലാം മാറ്റിമറിച്ചു. അവളൊരു പ്രശസ്ത കലാകാരിയായതുകൊണ്ടല്ല, മറിച്ച് അവൾ സ്വയം എന്തെങ്കിലും ചെയ്യാൻ ഒടുവിൽ അനുവാദം നൽകിയതുകൊണ്ടാണ്. നിങ്ങൾ ഓർമ്മിക്കേണ്ട ശക്തമായൊരു കാര്യം ഇതാണ്: നിങ്ങൾ പ്രായമാകും തോറും ചുറ്റുമുള്ള ശബ്ദത്തെക്കുറിച്ച് വേവലാതിപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കും. കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണോ? അത് ചെയ്യണോ? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യണോ? അത് ചെയ്യണോ? നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന കുടുംബ ഒത്തുചേരലുകൾ വേണ്ടെന്ന് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്കതിനുള്ള അവകാശമുണ്ട്. ഇത് പരുഷമായി പെരുമാറുന്നതിനെക്കുറിച്ചോ സ്വയം കേന്ദ്രീകൃതമായി പെരുമാറുന്നതിനെക്കുറിച്ചോ ഒന്നുമല്ല. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഖേദിക്കാതിരിക്കാൻ ആധികാരികമായി ജീവിക്കുന്നതിനെക്കുറിച്ചാണ് ഇത്.
7. അന്ത്യവും ഇരുട്ടും കാണുന്നത് നിർത്തുക. 60 വയസ്സിനു ശേഷം ഉപേക്ഷിക്കേണ്ട 7ാമത്തെ കാര്യം ഇതാണ്. അന്ത്യവും ഇരുട്ടും കാണുന്നത് നിർത്തണം. ഇപ്പോൾ ഇത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. ഞാൻ വ്യക്തമായി പറയാം. നിങ്ങളുടെ തല മണലിൽ കുഴിച്ചിടണമെന്ന് ഞാൻ പറയുന്നില്ല. അറിവുള്ളവരായിരിക്കുക എന്നത് പ്രധാനമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള അവബോധം ചിന്താശേഷിയുള്ള ഒരു പൗരനായിരിക്കുന്നതിൻ്റെ ഭാഗവുമാണ്. എന്നാൽ അറിവുള്ളവരായിരിക്കുന്നതിനും വൈകാരികമായി തളർന്നു പോകുന്നതിനും ഇടയിൽ വ്യത്യാസമുണ്ട്. ഏത് ചാനലായാലും നിങ്ങൾ എല്ലാ ദിവസവും മണിക്കൂറുകൾ വാർത്തകൾ കാണുകയാണെങ്കിൽ ലോകം തകരുന്നതായി നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും. നിരന്തരമായ സമ്മർദ്ദം, ഉത്കണ്ഠ, ഭയം എന്നിവ വളരുന്നു. അത് നിങ്ങളുടെ ശരീരത്തിൽ ധരിക്കുന്നു. അത് നിങ്ങളുടെ മനസ്സിനെ മൂടുന്നു. അത് നിങ്ങളുടെ സമാധാനം കവർന്നെടുക്കുന്നു. ഞാൻ പലപ്പോഴും ആളുകളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ രാത്രിയും 3 മണിക്കൂർ വാർത്തകൾ കണ്ടതിന് ശേഷം എനിക്ക് ജീവിതത്തെക്കുറിച്ച് വളരെ സുഖം തോന്നുന്നു എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? എനിക്കും അങ്ങനെ തന്നെ. പക്ഷേ തുടർച്ചയായ വാർത്താ ചക്രത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ അവരുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെട്ടു, മാനസിക അവസ്ഥ മെച്ചപ്പെട്ടു. അവർ കൂടുതൽ പ്രതീക്ഷയുള്ളവരും കൂടുതൽ പ്രസക്തരും കൂടുതൽ സ്വസ്ഥതയുള്ളവരുമായി തീർന്നു എന്ന് എന്നോട് പറഞ്ഞ ധാരാളം ആളുകളെ, അവരിൽ ഡസൻ കണക്കിന് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന മിക്ക വാർത്തകളും നിങ്ങളെ അറിയിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ കാണുന്നു. അത് നിങ്ങളുടെ ശ്രദ്ധ നിലനിർത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്. ഭയം ഒരു ശക്തമായ കൊളുത്താണ്. ചോദ്യം ഇതാണ്: നിങ്ങളുടെ ശ്രദ്ധ ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെയാണോ? 60 വയസ്സിന് ശേഷം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട വിഭവങ്ങളിൽ ഒന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. അത് എവിടേക്ക് പോകണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. തകർന്നതിൽ നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും മനോഹരമായിരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. 8. നിങ്ങളുടെ സാമ്പത്തിക പദ്ധതി അവഗണിക്കുന്നത് നിർത്തുക. 60 വയസ്സിന് ശേഷം ഉപേക്ഷിക്കേണ്ട 8ാമത്തെ കാര്യം ഇതാണ്: നിങ്ങളുടെ സാമ്പത്തിക പദ്ധതി അവഗണിക്കുന്നത് നിർത്തുക, പക്ഷേ അതിൽ അമിതമായ ആസക്തി കാണിക്കുന്നത് നിർത്തുക. ഇതൊരു സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയാണ്. ഒരു വശത്ത് അവരുടെ സാമ്പത്തികം പൂർണ്ണമായും ഒഴിവാക്കുന്ന ആളുകളുണ്ട്. ഇത് വളരെ ഭാരമേറിയതാണ്, ഞാനത് പിന്നീട് കൈകാര്യം ചെയ്യും എന്നൊക്കെ അവർ പറയും. അല്ലെങ്കിൽ എനിക്കത് നോക്കാൻ പോലും താല്പര്യമില്ല. എന്നാൽ സത്യം ഇതാണ്: നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാൻ ഒഴിവാക്കുന്നത് പ്രശ്നമില്ലാതാക്കുന്നില്ല, അത് ഇരുട്ടിൽ വളരാൻ ഇടയാക്കുന്നു. 60 വയസ്സിന് ശേഷം നിങ്ങളുടെ പണം എന്താണ് ചെയ്യുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് കൂടുതൽ പ്രധാനമാണ്. നിങ്ങൾക്ക് ഓരോ മാസവും എത്ര വരുമാനം ആവശ്യമാണ്? നിങ്ങളുടെ ആരോഗ്യം മാറിയാൽ എന്ത് സംഭവിക്കും? അപ്രതീക്ഷിതമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? നിങ്ങളൊരു വിദഗ്ധനാകേണ്ടതില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു പദ്ധതി ആവശ്യമാണ്. നിങ്ങൾക്ക് മനസ്സമാധാനം നൽകുന്ന ഒന്ന് ആവശ്യമാണ്. ശക്തമായൊരു സാമ്പത്തിക പദ്ധതി നിങ്ങൾക്ക് അതെ എന്ന് പറയാൻ ആത്മവിശ്വാസം നൽകണം. നിങ്ങളെ മരവിപ്പിക്കുന്ന ഭയമല്ല. ഒരിക്കൽ ഞാനൊരു വ്യക്തിയോട് ഇത് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചു. ഒരു മികച്ച വിരമിക്കൽ പദ്ധതിയുടെ ലക്ഷണം ഉയർന്ന അക്കൗണ്ട് ബാലൻസ് മാത്രമല്ല, അതൊരു നല്ല ജീവിതമാണ്. അതിനാൽ ഭയം കാരണം നിങ്ങളുടെ സാമ്പത്തികം ഒഴിവാക്കുന്നത് നിർത്തുക. 9. എന്നേക്കും ജീവിച്ചതുപോലെ ജീവിക്കുന്നത് നിർത്തുക. 60 വയസ്സിന് ശേഷം ഉപേക്ഷിക്കേണ്ട 9ാമത്തെയും അവസാനത്തെയും കാര്യം ഇതാണ്: നിങ്ങൾക്ക് എല്ലാം എല്ലാ കാലത്തേക്കും ഉണ്ട് എന്ന് ചിന്തിക്കുന്നത് നിർത്തൂ. ഇപ്പോൾ ഞാനത് പറയുന്നത് നിങ്ങളെ ഭയപ്പെടുത്താനല്ല, മറിച്ച് കൂടുതൽ പൂർണ്ണമായി ജീവിക്കാൻ നിങ്ങളെ ക്ഷണിക്കാനാണ്. കാരണം നമുക്ക് 60 വയസ്സ് എത്തുമ്പോഴേക്കും നമ്മളിൽ മിക്കവരും നഷ്ടത്തിൻ്റെ പിടിയിലായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് മാതാപിതാക്കളെയോ സഹോദരനെയോ സുഹൃത്തിനെയോ ഒക്കെ നഷ്ടപ്പെട്ടിരിക്കാം. നിങ്ങൾ ആഴത്തിൽ സ്നേഹിച്ച ഒരാൾ ഇപ്പോൾ ഇവിടെ ഇല്ലായിരിക്കാം. ദുഃഖത്തിൻ്റെ ആ നിശബ്ദവും പവിത്രവുമായ നിമിഷങ്ങളിൽ നമ്മൾ പലപ്പോഴും മറക്കുന്ന ഒരു കാര്യം ഓർമ്മിപ്പിക്കപ്പെടുന്നു: ജീവിതം പരിധിയില്ലാത്തതല്ല. സിദ്ധാന്തത്തിൽ നമുക്കെല്ലാവർക്കും അതറിയാം. പക്ഷേ ഇപ്പോഴും നമ്മൾ കാര്യങ്ങൾ മാറ്റിവെക്കുകയാണ്. ശരിയായ നിമിഷത്തിനായി നമ്മൾ കാത്തിരിക്കുന്നു, നമ്മൾ അതിലേക്ക് എത്തുമെന്ന് നമ്മൾ സ്വയം ബോധ്യപ്പെടുത്തുന്നു. എന്നാൽ സത്യം, നിങ്ങൾക്ക് എത്ര സമയം ബാക്കിയുണ്ടെന്ന് നിങ്ങൾക്കൊരിക്കലും അറിയില്ല എന്നതാണ്. അത് ഇന്നത്തെ ദിവസത്തെ അവിശ്വസനീയമാം വിധം വിലപ്പെട്ടതാക്കുന്നു. ഒരു രോഗനിർണയത്തിനോ പ്രതിസന്ധിക്കോ വേണ്ടി ഉണരാൻ നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. ജീവിതം എത്ര ക്ഷണികവും മനോഹരവുമാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കി ഇന്ന് നിങ്ങൾക്ക് ഉണരാം. നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാൻ കഴിയും. നിങ്ങൾക്ക് ആ ഡയറി ആരംഭിക്കാം. നിങ്ങൾക്ക് യാത്ര ബുക്ക് ചെയ്യാം, ക്ലാസ് എടുക്കാം, പൂന്തോട്ടം നടാം, അല്ലെങ്കിൽ നിമിഷം കടന്നു പോകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയാം. ഇല്ല, നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് എല്ലാം ചെയ്യാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് ആരംഭിക്കാം. കാരണം മരണഭയത്തിൽ ജീവിക്കുക എന്നതല്ല ലക്ഷ്യം. ജീവിതത്തോടുള്ള ബഹുമാനത്തോടെ ജീവിക്കുക എന്നതാണ് ലക്ഷ്യം. നിങ്ങൾക്ക് ഇപ്പോഴുമുള്ള ഈ വന്യവും മാറ്റാനാകാത്തതുമായ ജീവിതത്തെ ബഹുമാനിക്കാൻ പഠിക്കാം. നിങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ ശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇന്ന് ഉണ്ട്. കാത്തിരിപ്പ് നിർത്തി യഥാർത്ഥത്തിൽ ജീവിക്കാൻ തുടങ്ങാൻ അത് മതിയായ കാരണമാണ്. അങ്ങനെ നിങ്ങൾക്കത് കഴിഞ്ഞു. 60 വയസ്സിന് ശേഷം ഉപേക്ഷിക്കേണ്ട 9 കാര്യങ്ങൾ ഇതാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്തതുകൊണ്ടല്ല, മറിച്ച് കൂടുതൽ ലഘുവായും കൂടുതൽ സ്വതന്ത്രമായും കൂടുതൽ മനഃപൂർവ്വമായും ജീവിക്കാനുള്ള അവകാശം നേടിയതുകൊണ്ടാണ്. ഉപേക്ഷിക്കുക എന്നാൽ അത് ഇടം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ്. സമാധാനത്തിനുള്ള ഇടം, സന്തോഷത്തിനുള്ള ഇടം, സാന്നിധ്യത്തിനുള്ള ഇടം, ശരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കുള്ള ഇടം. ഈ സന്ദേശം നിങ്ങളുമായി സംസാരിച്ചെങ്കിൽ, നിങ്ങളുടെ മൂല്യത്തെക്കുറിച്ചോ നിങ്ങളുടെ ജ്ഞാനത്തെക്കുറിച്ചോ നിങ്ങളുടെ സാധ്യതകളെക്കുറിച്ചോ അത് നിങ്ങളെ ഓർമ്മിപ്പിച്ചെങ്കിൽ, ദയവായി നിങ്ങൾ വിലമതിക്കുന്ന ഒരാളുമായി
ഒരു സുഹൃത്തിനോ ഒരു സഹോദരനോ ഈ ഓർമ്മപ്പെടുത്തൽ ആവശ്യമായി വന്നേക്കാവുന്ന ഒരാളുമായോ ഇതിപ്പോൾ തന്നെ ഷെയർ ചെയ്യുമല്ലോ. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ.